Yes, Magale. So, today, okay അല്ലേ? Yes. So, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് ട്രിഗ്നോമെട്രി വേണമെന്ന് പറഞ്ഞിട്ടാണ്. ഏതാ ചാപ്റ്റർ? ട്രിഗ്നോമെട്രി. ഇപ്പോൾ സാറ് ചോദിച്ച ചോദ്യം എന്താ നിങ്ങളോട്? ട്രിഗ്നോമെട്രി എന്തിനാണ് യൂസ്ഫുൾനെസ് എന്നുള്ളത്. ട്രിഗ്നോമെട്രി ആണ് ഒരു പ്രോബ്ലം സോൾവിങ് ടൂളാണ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ. ആരോ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആയിക്കോട്ടെ, രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ദൂരമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇൻ ഫ്യൂച്ചർ ഓർ പ്രസൻറ്റ് നമ്മുടെ മുന്നിൽ വരുന്ന പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ട്രിഗ്നോമെട്രി കൊണ്ട് പറ്റും. ഇറ്റ്സ് വണ്ടർഫുൾ ഓർ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണവരുടെ പേര് മാത്രമേ ശ്രീജിത്ത് സാറ് പഠിച്ചു വെക്കുള്ളൂ. അതിനാണ് ഞാൻ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ചാറ്റിൽ പോസ്റ്റ് ചെയ്യണവരുടെ പേരാണ് സാർക്ക് ഓർമ്മ നിൽക്കുക. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രി ഉണ്ടെങ്കിൽ ട്രിഗ്നോമെട്രി അറിഞ്ഞു കഴിഞ്ഞാൽ, യെസ് മേഘന, താങ്ക് യു മക്കളെ, ട്രിഗ്നോമെട്രി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ആര്? ട്രിഗ്നോമെട്രി. സെറ്റ് കറക്റ്റ് ഓക്കെ, ഗുഡ് മോർണിംഗ് യാദവ്. ഓക്കെ, നോ ഇഷ്യൂ. അപ്പോൾ ട്രിഗ്നോമെട്രി പഠിക്കേണ്ടത് നമുക്ക് വളരെ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് കഷ്ടമായി? ട്രിഗ്നോമെട്രി നമുക്ക് കഷ്ടമാവാൻ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ട്രിഗ്നോമെട്രി കഷ്ടമാവാൻ എന്താ കാരണം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? ന്യൂ ടോപ്പിക് എന്ന് പറയുന്നുണ്ട് വരീന. നോ വരീന, ദിസ് നോട്ട് ബിക്കോസ് ഓഫ് ന്യൂ ടോപ്പിക്. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനുള്ള കാരണം ട്രിഗ്നോമെട്രിയിൽ ഒരുപാട് ഐഡൻറ്റിറ്റീസും ഫോർമുലാസും പഠിക്കാനുണ്ട്. സേ യെസ് ഓർ നോ? ട്രിഗ്നോമെട്രി ഏതൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററും നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറയേണ്ട ഒരു വലിയ കാര്യമാണ്, എന്തിന് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കണു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേണിംഗ് ദിസ് ടോപ്പിക് ആൻഡ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഫ്രം ദിസ് ടോപ്പിക്. ഇത് പഠിച്ചിട്ട് എനിക്ക് ലൈഫിൽ എന്ത് ഗുണം എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ ചാറ്റ് GPT യുടെ കാലമാണ്. നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കാൻ പോകുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ എന്ത് ഗുണം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേ ഗെറ്റ് ഓൾ ദീസ് ഡീറ്റെയിൽസ്. സേ യെസ് ഓർ നോ? അങ്ങനെ ഡീറ്റെയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ചാപ്റ്റർ എങ്ങനെ പഠിക്കണമെന്ന് ഒരു തോന്നൽ വരിക. പിന്നെ ഒരു ചാപ്റ്റർ കഷ്ടമാകുന്നത് അതിലൊരുപാട് ഫോർമുലാസും ഒരുപാട് ട്വിസ്റ്റ് വരുമ്പോഴാണ്. ഒരുപാട് ഫോർമുലാസ്, ഒരുപാട് ഐഡൻറ്റിറ്റീസ്, ഒരുപാട് സാധനങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ വേണം, കുറച്ച് ലെങ്തി, ഇങ്ങനെ വരുമ്പോഴാണ് ചാപ്റ്റർ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ടാണ്. എനിക്കിഷ്ടമുള്ളത്, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ടാണ്. പക്ഷേ ജാക്ക് ഫ്രൂട്ട് നമ്മൾ ചെറുപഴോ ആപ്പിളോ ഓറഞ്ചോ കഴിക്കണ പോലെ എളുപ്പമല്ല. അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് അത്രയും മധുരമുള്ള ജാക്ക് ഫ്രൂട്ട് കയ്യിൽ കിട്ടുള്ളൂ. സേ യെസ് ഓർ നോ? ഇനി കയ്യിൽ കിട്ടിയാലും അതിൻ്റെ കുരു കളയണം. എഫേർട്ട് കൂടുന്തോറും ചക്ക മുറിക്കാൻ കഷ്ടമല്ലേ? ചക്ക മുറിച്ച് അതിൻ്റെ പട്ട കളഞ്ഞ് ചുള കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. മറ്റ് ഫ്രൂട്ട്സ് പോലെ നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ കഷ്ടപ്പാടാണ് അതിനെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? അപ്പോൾ ഇനി ഏത് കഷ്ടമുള്ള ചാപ്റ്റർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴും ഇത് സാധാ പഴമല്ല, ചക്കയാണ്, ജാക്ക് ഫ്രൂട്ടാണ്. സ്പെഷ്യൽ സാധനങ്ങൾ എപ്പോഴും കഷ്ടത്തോടു കൂടിയാണ് വരിക. സ്പെഷ്യൽ സാധനങ്ങൾ വിൽ കം ഇൻ ഫ്രണ്ട് ഓഫ് us വിത്ത് ഡിഫിക്കൽട്ടീസ്. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? സേ യെസ് ഓർ നോ? എല്ലാവരും സ്മൈൽ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പം ഇനി ഏത് ചാപ്റ്റർ കഷ്ടമുള്ള ചാപ്റ്റർ നമുക്ക് മുന്നിൽ കാണുമ്പോഴും, ഏത് കഷ്ടമുള്ള ചാപ്റ്റർ നമുക്ക് മുന്നിൽ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, യെസ്, ഈ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യവും കഷ്ടപ്പാട് കവറപ്പ് ചെയ്തുകൊണ്ടാണ് വരിക, കഷ്ടപ്പാട് പൊതിഞ്ഞുകൊണ്ടാണ് വരിക. എഗ്രീഡ്? യെസ്. ഗുഡ് ഗോയിങ് സ്റ്റുഡൻസ്. യാദവ്, ഐ ഗോട്ട് യുവർ മെസ്സേജ്. യെസ്, ഹിയർ വി ഗോ. ട്രിഗ്നോമെട്രി ബുദ്ധിമുട്ടാവാനുള്ള കാരണം, ഏതൊരു ചാപ്റ്റർ, മാത്സ് എന്നല്ല, ഇനി ഏതൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴും പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാറ്റ് GPTയിലോ പെർപ്ലക്സിറ്റിയിലോ ഗൂഗിൾ ജെമിനിയിലോ ഇട്ടിട്ട് എന്താണ് ഈ ചാപ്റ്റർ എനിക്ക് പ്രയോജനം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കണം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അത് കഷ്ടമുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഇതിലാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള. ചക്ക അത്രയും ബുദ്ധിമുട്ടാണ് കഴിക്കാൻ, മീൻസ് പൊട്ടിച്ച് റെഡിയാക്കാൻ. അതുകൊണ്ടാണ് അത് അത്രയും മധുരം.
അത്രയും ടേസ്റ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ഏതൊരു ചാപ്റ്റർ കഷ്ടമാവുന്നോ അത് ഇത് ഓൾറെഡി ട്രിഗ്നോമെട്രി എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളവർ ഇന്നത്തെ ക്ലാസ് വേണ്ട കേട്ടോ. കാരണം എന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ട്രിഗ്നോമെട്രി വേണം സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിൽ നിന്നത്. എനിക്ക് ട്രിഗ്നോമെട്രി നന്നായി അറിയാം, ഞാൻ അടിപൊളിയാന്നുള്ളവർക്ക് ഈ ക്ലാസ് വേണ്ട. ഓക്കെ, ഒരു കുഴപ്പമില്ല. അല്ല സാറൊന്ന് കൈവച്ചാൽ ഞാൻ ഉഷാറാവും എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, ഹിയർ വി ഗോ മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ്, ലെറ്റ് us start with trigonometry. ആദ്യം ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയാണ് നിങ്ങൾക്ക്. ഞാൻ PYQs ആണ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് റിവിഷന് വരുമ്പോൾ ഐ ആം ഗോയിങ് ടു ഡു ഓൾ PYQs. റെഡി? അതും ബാക്കിലേക്ക് പോവുക. ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് എന്നാണ് സാറ് പിറകിലോട്ട് പോവുക. റെഡി 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 അപ്പോൾ സർവേഷനെ വിളിച്ചുകൊണ്ട് തംസപ്പ് ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ റെഡി റെഡി റെസ്പോണ്ട് റിപ്ലൈ പുട്ട് എ തംസ് അപ്പ്. yes Harshan, Surag, Yadav, good yes. So my dear students, Sadhika, thank you. Sadhika ready എന്ന് പറഞ്ഞു. മക്കളെ, നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ പഠിക്കാൻ ട്രിഗ്നോമെട്രി പലർക്കും ബുദ്ധിമുട്ടാവാൻ കാരണം അതിലുള്ള വാല്യൂസാണ്. ഏത് രാത്രി ചോദിച്ചാലും ട്രിഗ്നോമെട്രിക് വാല്യൂസ് എനിക്ക് അറിയാം സാർ വിത്തൗട്ട് എനി കൺഫ്യൂഷൻ എന്നുള്ളവർ മാത്രം ശ്രദ്ധിക്കുക. എനിക്കൊരു ഷോർട്ട് കട്ട് കിട്ടിയാൽ കൊള്ളാം സാർ. ട്രിഗ്നോമെട്രിക് വാല്യൂസ് ടേബിൾ വാല്യൂ പഠിച്ചെടുക്കാൻ ഒരു ഷോർട്ട് കട്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? പ്ലീസ് പോസ്റ്റ് യെസ്. സാറേ sin 30, sin 45, cos 30, cos 35, cos 40, cos 45, cos 60, cos 90 ഇതിൻ്റെ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ ചാപ്റ്റർ എനിക്ക് പകുതി എളുപ്പമായിരുന്നു സാർ. ഹൗ മെനി ഓഫ് യു ആർ ടെല്ലിംഗ് ലൈക്ക് ദാറ്റ്? പ്ലീസ് ടെൽ മീ. yes sir need shortcut from Parina. yes Anaga, yes sir shortcut വേണം ഇതാ ഷോർട്ട്കട്ട് അല്ല, ഇതൊരു ഒന്നൊന്നര കട്ടാണ്. ലിസൺ കെയർഫുള്ളി. ഏതൊക്കെ വാല്യൂസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഏതൊക്കെ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ്? ക്യാൻ എനിവൺ സേ? സൈൻ ഈസ് there? yes tell me. Sine is there, cos is there, tan is there, cosec is there, sec is there, cot is there. Am I right students? ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വരും. Am I right? ഈ ഫങ്ഷൻസ് ആണോ ഉള്ളത്? Am I right or not? Please tell me. Am I right or not? Yes. പിന്നെ നമുക്ക് വേണ്ട ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് പറയാവോ? ഞാൻ ആ കേഴ്സർ മാറ്റിയതാണ്, അതിൻ്റെ ആരോ ഒരു സുഖമില്ല. യെസ്, 0, 30, 45, 60 and 90. Say yes or no. These are the required angles. Say yes or no. Yes. Good. Yes. ഇതാ മക്കളെ ഷോർട്ട് കട്ട്. ശ്രദ്ധിച്ചോ? സാറ് പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ചോ. 0 ബുക്കിൽ എഴുതിക്കോ. 1, 2, 3, 4 എന്ന് ആദ്യം എഴുതുക. ഇത് നമ്മൾ LKGയിൽ പഠിച്ചതാണ് സാർ. 0 മുതൽ 4 വരെ റഫായിട്ടൊന്ന് എഴുതുക. ആൻസർ നമുക്ക് എവിടെയെങ്കിലും റഫ് വർക്ക് പെൻസിൽ കൊണ്ട് എഴുതിയാലും മതി, നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും. 0 തൊട്ട് 4 വരെ ഒന്ന് എഴുതുക. നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ നമ്പറുകളാണ് ഇതെന്ന് വിചാരിക്കും. നീ 0 ആയിരിക്കുമല്ലോ, ബാക്കിയുള്ളവരെല്ലാം ഇത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ആരാണോ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ, അവർ 0 തൊട്ട് 4 വരെ എഴുതി. ഓക്കെ, ഈ മൊത്തം ഫാമിലിയെ ഏറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി തലയിൽ ഏൽക്കുന്നത് വലിയ ആളായിരിക്കും. വലിയ ആളാണ് എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഏൽക്കുക. അപ്പോൾ വലിയ ആളുടെ തലയിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ആളാണ് എല്ലാവരെയും തലയിൽ, അയാളുടെ ജീവിതവും അയാളുടെ കയ്യിലാണ്. സേസോർനോ 0 തൊട്ട് 4 വരെ സാറ് നിരത്തി എഴുതി. ഈ കുടുംബത്തിൽ 0 മുതൽ 4 വരെയുള്ള ആളുകളുണ്ട്. 4 കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ. ആ കുടുംബനാഥനാണ് ഈ മൊത്തം ആളുകളെയും തലയിലേറ്റ് നടക്കുന്നത്. അവരുടെ ജീവിതം ഇയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ? അപ്പോൾ
ആളാണ് എല്ലാവരെയും തലയിൽ വെച്ചിരിക്കുന്നത്, ആളാണ് ഈ ലോഡ് എടുക്കുന്നത്. സോ ഈ കുടുംബത്തിൻ്റെ വേര്, ഈ കുടുംബത്തിൻ്റെ വേര്, വേരെന്ന് വെച്ചാൽ റൂട്ട്, വേരെന്ന് വെച്ചാൽ റൂട്ട്, ഈ കുടുംബത്തിൻ്റെ വേര് ആളാണ്. റൂട്ട്, റൂട്ട് എന്ന് വെച്ചാൽ വേര്, നമ്മുടെ മറ്റേ റൂട്ടല്ല സാർ, ഓർത്ത് വയ്ക്കുക, റൂട്ട് വേര്, റൂട്ട് വേര്. അപ്പം ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 0/any നമ്പർ ഈസ് 0. ഗുഡ്. 1ൻ്റെ റൂട്ട് 1 ആണ്, 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. 2ൻ്റെ റൂട്ട് 1 ആണ്, റൂട്ട് 2, 2ൻ്റെ റൂട്ട് റൂട്ട് 2. 3/4, 3യുടെ റൂട്ട് റൂട്ട് 3 ആണ്, 4ൻ്റെ റൂട്ട് 2 ആണ്. ഇത് വെട്ടിപ്പോകുമ്പോൾ 1 ആണ്, 1ൻ്റെ റൂട്ട് 1. മൈ ഡിയർ സ്റ്റുഡൻസ്, ദീസ് ആർ ഓൾ ദ വാല്യൂസ് ഫോർ sin 0, 30, 45, 60 and 90. ഹൗ ഈസ് ദിസ്? ഇനി ജന്മത്തിൽ മറക്കുമോ? ഇനി ജന്മത്തിൽ മറക്കുമോ? പ്ലീസ് റെസ്പോണ്ട് ഇൻ ചാറ്റ് ബോക്സ്. ഇനി ജന്മത്തിൽ മറക്കുമോ? നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവരെ ആലോചിച്ച് 0 മുതൽ 4 വരെ എഴുതി, 4 എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും തലയിൽ ചുമക്കുന്നു എന്ന് മനസ്സിലാക്കി, അയാൾ റൂട്ടാണ്, നമ്മുടെ വേരാണ്, കുടുംബത്തിൻ്റെ വേര്, ആണിവേര് അല്ലേ? ആണിവേര് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ റൂട്ടാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി റൂട്ട് ഇട്ട് കൊടുത്താൽ ആദ്യത്തെ റോ കിഡിലൻ. എത്ര പേർക്ക് ഇത് സൂപ്പറായിട്ട് തോന്നി? പ്ലീസ് പോസ്റ്റ് സൂപ്പർ, പ്ലീസ് പോസ്റ്റ്. സാർ ഇനി മറക്കൂല സാർ, വേറെ ലെവല് സാർ. യെസ് യെസ് ഹർഷൻ, താങ്ക് യു. യെസ് അഭിലാഷ്, യെസ് സുരാഗ്. അനക സാറ് മെല്ലെ മെല്ലെ സെറ്റ് ആവുള്ളൂ. സാർ ആദ്യം 1 മണിക്കൂർ ക്ലാസ് തരും, 2 മണിക്കൂറാവും, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം ആവും സാറിൻ്റെ ക്ലാസ്. സ്കൂളില്ലാത്ത ഞാൻ അടിച്ച് പൊളിക്കും നമ്മൾ. സാറ് +1 +2 കുട്ടികൾക്ക് മാത്രമാണ് എടുക്കാറുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങളിൽ ഇടപെടാൻ വരുന്നത്. സാറ് +1 +2 കുട്ടികളുടെ ട്യൂഷനും എൻട്രൻസും ആണ് ശ്രീജിത്ത് സാർ എടുക്കാറുള്ളത്. നിങ്ങൾ ചോദിച്ചിട്ടാണ് ഇപ്പം നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വന്നിരിക്കുന്നത് സാറ്. ഗെറ്റ് റെഡി, നമ്മൾ ജയിക്കും. ക്ലിയർ അല്ലേ? സൈൻ സെറ്റായോ? സൈൻ വാല്യൂ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ എഴുതാം sin 0, 0 1/2. ഇതാ ഈ കിട്ടിയ വാല്യൂസ് ഇവിടെ എഴുതി. 0, 1/2, 1/√2, √3/2, 1. Am I right students? Am I right? Yes, yes. ഇനി കോസ് സിമ്പിളാണ്, വൈസ് വേഴ്സ. ഇവിടുന്ന് അങ്ങോട്ട് പോയതുപോലെ അവിടുന്ന് ഇങ്ങോട്ട്. കാരണം അച്ഛന് പ്രായമാകുമ്പോൾ ഇപ്പം ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും അന്ന് ചെറുപ്പം. അപ്പോൾ അയാളാണ് സമ്പാദിച്ചു കൊടുക്കുക. ജീവിതത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അച്ഛൻ ഇങ്ങോട്ട് സമ്പാദിച്ചു തരുമ്പോൾ നമ്മൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ അമ്മ സമ്പാദിച്ച് തരുമ്പോൾ നമ്മൾ നന്നായി പഠിച്ച് നമ്മൾ നന്നായി സമ്പാദിച്ച് സെക്കൻഡ് ഹാഫിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഗിവിങ് ബാക്ക്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ട് 1 1. അപ്പോഴേ 0 അയാൾ 1 ആവും. പിന്നെ അങ്ങനെ പോട്ടെ. അവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സിൽ √3/2, ജസ്റ്റ് റിവേഴ്സ് 1/√2, 1/2, 0. How is this, my dear students? Is it superb or not? Please tell me, please respond. ജന്മത്തിൽ മറക്കൂല സാർ, ജന്മത്തിൽ ഇനി ഇത് മറക്കൂല സാർ, ഞങ്ങൾ മറക്കില്ല സാർ. പൊളി. അച്ഛൻ അമ്മ ഞങ്ങളെ ഇങ്ങോട്ട് നോക്കിയതുപോലെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് നോക്കും സാർ. യെസ്, ഗുഡ് ഗോയിങ്. അപ്പോൾ ക്ലിയർ ആയോ? റിവേഴ്സ് ഇട്ടു. ഈ 2 റോ സെറ്റ് അല്ലേ? സേ യെസ് ഓർ നോ. കാരണം ഈ വാല്യൂ പലർക്കും ബൈഹർട്ട് ചെയ്യാൻ പറ്റാത്തതാണ്, പലർക്കും ട്രിഗ്നോമെട്രി കഷ്ടമായിട്ട് തോന്നുന്നത്. സേ യെസ് ഓർ നോ. സാർക്ക് ആ കാരണം അറിയാം, അതിൻ്റെ റൂട്ട് കോസ് അറിയാം. ഈ വാല്യൂസ് പച്ചവെള്ളം പോലെ എനിക്കറിയുന്നില്ല സാർ. പക്ഷേ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടിക്ക് sin 60, sin 45 എന്ന് പറയുമ്പോഴേക്ക് ആ കുട്ടി ഉറക്കെ പറയുന്നുണ്ട് സാർ ആൻസർ. ഇത് കേൾക്കുന്ന എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി സാർ. ഇതായിരുന്നു സാർ എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇത് മാറി സാർ. ഹൗ മെനി ഓഫ് യു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്? പ്ലീസ് സേ യെസ്. സാറേ ഇങ്ങനെ എളുപ്പമായിട്ട് നമ്മൾ പൊളിക്കില്ലേ സാർ? യെസ് വിശ്വജിത്ത്, ഗുഡ്. ഹർഷൻ, ഗുഡ്. അഭിലാഷ്, സുരാഗ്, ഗുഡ്. അനിരുദ്ധ്, good. Shanmugapriya, good. Yes, here we go. ഈ ടാൻ എന്താ? ടാൻ ഇതൊക്കെ ഷോർട്ട് കട്ടാണ് സാർ പറഞ്ഞിരുന്നത്. സൈന് കിട്ടി, കോസ് കിട്ടി അല്ലേ? സൈന് കിട്ടി, നമുക്ക് കോസ് കിട്ടി. സൈൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 0, 1/2, 1/2, √3/2, 1. കോസിൻ്റെ വാല്യൂ റിവേഴ്സ്, അവിടുന്ന് ഇങ്ങോട്ട്.
അവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ 1√3/2 1/√2 1/2 0. പൊന്നു മക്കളെ, ടാൻ കാണാൻ ഒറ്റ ഫോർമുലയുണ്ട്. ഈ രണ്ട് ജീവിതം കൂടി ഡിവൈഡ് ചെയ്താൽ മതി. അച്ഛൻ്റെ ഹാഫും നമ്മുടെ ഹാഫും, സൈൻ ബൈ കോസ്. രണ്ട് ഹാഫും കൂടി ജീവിച്ച് കിട്ടുന്ന ആവറേജ് ആണ് നമ്മുടെ ലൈഫിൻ്റെ യഥാർത്ഥ മീനിങ്. ടാൻ സൈൻ ബൈ കോസ്. ഈ ലൈഫിനെ ഈ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 0/1 ഒന്ന് പറഞ്ഞേ. 0/1. 0/any number is 0. 0/any number is 0. ഇനി ഇതൊന്ന് നോക്കിയേ. 1/2 ഡിവൈഡഡ് ബൈ √3/2. ഈ 2ഉം 2 ക്യാൻസൽ ആയി പോവും, ബാക്കി 1/√3. ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ √2ഉം വെട്ടിപ്പോവും, ബാക്കി 1. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും വെട്ടിപ്പോവും, ബാക്കി √3. എനി നമ്പർ ബൈ 0 ഈസ് ഇൻഫിനിറ്റി. ടാൻ കിട്ടി. ഇസ് ഇറ്റ് ഈസി ഓർ നോട്ട്? അച്ഛൻ്റെ ലെഗസിയുള്ള ജീവിതം ഡിവൈഡഡ് ബൈ നമ്മുടെ. ഇവിടുന്ന് അങ്ങോട്ട് പോയതും അവിടുന്ന് ഇങ്ങോട്ട് വന്നതും കൂടി സൈൻ ഡിവൈഡഡ് ബൈ കോസ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ടാൻ. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? പ്ലീസ് സേ യെസ്. പ്ലീസ് സേ യെസ്. സൈനിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ കോസിൻ്റെ വാല്യൂ ചെയ്തപ്പോൾ വി ആർ ഗെറ്റിംഗ് ടാൻ. വി ആർ ഗെറ്റിംഗ് ടാൻ. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? യെസ് ഫ്രം വിശ്വജിത്ത്. ഗുഡ് ഗുഡ്. സൈൻ ബൈ കോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ കിട്ടി. ടാൻ കിട്ടി. ഓക്കെ പൂർവജ? ഓക്കെ, യെസ്, സൂപ്പർ, ഗുഡ് ഗുഡ് ഗുഡ്. സൈൻ ബൈ കോസ് ഈ വാല്യൂ ഡിവൈഡഡ് ബൈ ഈ വാല്യൂ, ഈ വാല്യൂ ഡിവൈഡ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോവും. ഡിനോമിനേറ്റർ ആർ ഗെറ്റിംഗ് ക്യാൻസൽഡ്. ഡിനോമിനേറ്റർ ആർ ഗെറ്റിംഗ് ക്യാൻസൽഡ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലറിയേണ്ടത് 0/any number is equal to 0. 0/any number is 0. Any number divided by 0 is infinity, not defined. ഇങ്ങനെ ആലോചിച്ചാൽ മതിയടാ. ഒരു ചക്രത്തിൻ്റെ മേലെ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ, ഒരു ഫുട്ബോളിൻ്റെ മേലെ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമ്മൾ ഉരുണ്ട് വീഴും, നമ്മൾ സ്ലിപ്പായി വീഴും. എത്ര വീഴും അറിയില്ല സാർ. എത്ര വീഴും അറിയില്ല. അറിയാത്തതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. നോക്ക്, താഴെ ഒരു ബോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏത് നമ്പറിനെ നിർത്തിയാലും ഇത് വീഴും. എങ്ങനെ വീഴും, എവിടേക്ക് വീഴും അറിയില്ല സാർ. നോട്ട് ഡിഫൈൻഡ്. നേരെ മറിച്ച് താഴെ ഒരു നല്ല ബേസാണ്, മേലെ 0 ആണെങ്കിൽ 0 തന്നെ കിട്ടും, വീഴാതെ നമുക്ക് 0 കിട്ടും. ഹൗ ഈസ് ദിസ്? ഹൗ ഈസ് ദിസ്? പ്ലീസ് ടെൽ മീ. പ്ലീസ് ടെൽ മീ. ഹൗ ഈസ് ദിസ്? ഹൗ ഈസ് ദിസ്? ഇങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കണം മാത്സ്. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് മക്കളെ മാത്സ് നമുക്ക് ഉഷാറാവുക. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരിക്കലും മറക്കില്ല. എനിക്കറിയാം ട്രിഗ്നോമെട്രി ന്യൂമറിക്കൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫോർമുലാസ്, ഐഡൻറ്റിറ്റീസ്, സിംപ്ലിഫിക്കേഷൻ ഈ ഭാഗം വരുമ്പോഴാണ് എല്ലാവരും പെട്ടുപോകുന്നത്. ക്ലിയർ ആയോ? 0/any number equal to 0. any number by 0 is equal to infinity. ഇത് മനസ്സിൽ വെക്കുക. 0/any number equal to 0. any number divided by 0 is equal to not defined or infinity. ക്ലിയർ? ഇനി എന്താ 1/infinity? ഇറ്റ് ഈസ് 0. 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. ഈ 3 കാര്യങ്ങൾ അറിയണം. ഈ 3 കാര്യങ്ങൾ നമുക്കറിയണം. പ്ലീസ് നോട്ട് ദിസ്. പ്ലീസ് നോട്ട് ദിസ്. എവിടെയെങ്കിലും റഫ് വർക്കിൽ നോട്ട് ചെയ്താൽ മതി. എവിടെയെങ്കിലും റഫ് വർക്കിൽ നോട്ട് ചെയ്താൽ മതി. സൂമിൻ്റെ ഒരു അപ്ഡേറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആ അപ്ഡേറ്റ് കൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് 15 മിനിറ്റ് തുടങ്ങാൻ വൈകിയത്. അടുത്ത ദിവസങ്ങളിൽ സെഷൻ ഇടുമ്പോൾ ഈ 15 മിനിറ്റിന് പകരം ഞാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുതൽ എടുക്കാം. ഇന്ന് പിന്നെ കണ്ടിന്യൂസ്ലി ക്ലാസ്സാണ്. നിങ്ങളുടെ കഴിഞ്ഞതും 10th CBSE കഴിഞ്ഞത് 9th CBSE. പിന്നെ വൈകുന്നേരം ഒരു റിവിഷൻ സെഷൻ പറഞ്ഞിട്ടുണ്ട്, അറിയാലോ അല്ലേ? ടിപ്സ് ഷെയർ ചെയ്യണത്. ഇന്നിപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണവരെല്ലാം വൈകുന്നേരം 5 മണിക്ക് നമ്മളൊരു അടിപൊളി സെഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുമോ? ഇപ്പം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുമോ? പ്ലീസ് റെസ്പോണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സാറ് വേറൊരു സെഷൻ, എങ്ങനെ നമുക്ക് റിവിഷൻ പഠിക്കാം, എങ്ങനെ നമുക്ക് ഈ ബോർഡ് എക്സാമിന് മുമ്പ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ? യെസ് യെസ് യെസ്. ഗുഡ് ഗുഡ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണ് നോക്കിയ വാല്യൂസ്. യെസ്. 0/1. 0/any number is 0. ഇവിടെ 2 ക്യാൻസൽ ആയിപ്പോൾ ഇറ്റ് ഈസ്
1/√3. ഇത് √2 പോയി 1, ഇത് 2 പോയി, ബാക്കി √3. എനി നമ്പർ ബൈ 0, 0 താഴെയാണെങ്കിൽ ഉരുണ്ട് വീഴും, മേലെയുള്ള ആൾ ഉരുണ്ട് വീഴും, എവിടേക്കെന്ന് അറിയില്ല, നോട്ട് ഡിഫൈൻഡ്. 0 താഴെയാണെങ്കിൽ 1/0, 0 താഴെയാണെങ്കിൽ ഉരുണ്ട് വീഴും, നമുക്ക് അറിയില്ല സാർ. ഇനി കൊസീക്ക് കാണാൻ ഇതൊക്കെ എളുപ്പമാണ്. ഈ കൊസീക്ക് കാണാൻ സൈൻ ആദ്യത്തെ റോ പഠിച്ചില്ലേ, ആദ്യത്തെ റോന് റെസിപ്രോക്കേറ്റ് ചെയ്യുക. റെസിപ്രോക്കൽ മീൻസ് തലതിരിച്ചിടുക. സാർ അപ്പോൾ തലതിരിച്ചിടാൻ 2 ഫാക്ടർ ഇല്ലെങ്കിലോ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇല്ലെങ്കിലോ 1/, എന്നിട്ട് എഴുതിയാൽ മതിയടോ. സാർ a/b ആണെങ്കിൽ b/a എന്ന് എഴുതാം. വെറും a ആണെങ്കിൽ എന്ത് ചെയ്യും സാറേ? a/b എന്നുള്ളതിനെ സാറ് തലകീഴാക്കി ഇടുക എന്ന് പറയുമ്പോൾ b/a എന്ന് ഇടാം. വെറും a ആണെങ്കിൽ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും? തലകീഴാക്കും. മുകളിലുള്ളതിനെ താഴെ കൊണ്ടുവരാൻ, മേലെ 1. എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തന്ന നമ്പറാണ് 1. എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചാണ് മക്കളെ. 1 ഒരു ഉപദ്രവകാരിയല്ല, എവിടെ വേണം അതാണ്. അപ്പോൾ വെറും b ആണ്, എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും? 1/b. ഓക്കെ, p/q. വാട്ട് ഈസ് എ റെസിപ്രോക്കൽ? q/p. അപ്പോൾ 2 ടേം ഉള്ളതിനെ നമുക്ക് തലകീഴാക്കി ഇടാം. ഒറ്റ ടേം ആണെങ്കിൽ 1/8 എഴുതാം. സോ ലെറ്റ് us start. 0 ഒറ്റ ടേം ആണ്. അപ്പോൾ 1/0 പോസ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. 1/0, 0ന്റെ റെസിപ്രോക്കൽ. കൊസീക്കിന്റെ വാല്യൂ കിട്ടാൻ സൈനിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക, തലകീഴാക്കി ഇട്ടാൽ മതി. നോട്ട് ഡിഫൈൻഡ്. വെരി ഗുഡ് സ്റ്റുഡൻസ്, നോട്ട് ഡിഫൈൻഡ്. 1/0, 0 താഴെയാണ് സാർ. 0 ഉരുണ്ടു പോകും സാർ. ഉരുണ്ടു പോകുമ്പോൾ വീഴുന്നത് എവിടെയെന്ന് അറിയില്ല, നോട്ട് ഡിഫൈൻഡ്. വെരി ഗുഡ്. 0 1/0, 0ന്റെ റെസിപ്രോക്കൽ ഈസ് 1/0 ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. വെരി ഗുഡ് അക്ഷത്, വെരി ഗുഡ്. ഇനി ഈ 1/2നെ തലകീഴാക്കി ഇടുമ്പോൾ, 1/2നെ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2/1 ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി 2. 2 ഡിവൈഡഡ് ബൈ 1. 1/2 എന്നുള്ളത് 2/1 കിട്ടും. സുരാഗ് വെരി ഗുഡ്. 1/2 എന്നുള്ളത് 2/1 കിട്ടും, ദാറ്റ് ഈസ് 2. ഇനി 1/√2നെ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ, √2/1 ദാറ്റ് ഈസ് √2. വെരി ഗുഡ്. ഇനി √3/2നെ തലകീഴാക്കി ഇടുമ്പോൾ ഇറ്റ് ഈസ് 2/√3. 1നെ തലകീഴാക്കി ഇടുമ്പോൾ 1/1 ഇറ്റ് ഈസ് അഗെയിൻ 1. ഇനി സീക്ക് നോക്കിയേ. സീക്ക് ഈ കോസിനെ റെസിപ്രോക്കേറ്റ് ചെയ്താൽ സീക്ക് കിട്ടും. സൈനിനെ റെസിപ്രോക്കേറ്റ് ചെയ്തപ്പോൾ സീക്ക് കിട്ടി. കോസിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ സീക്ക് കിട്ടും. കമാൺ, കോസ് 1ന്റെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് തിരിച്ചിട്ടാലും മതി, പക്ഷെ ഇത് നോക്കാം നമുക്ക്. 1ന്റെ റെസിപ്രോക്കൽ 1/1 എന്ന് പറഞ്ഞാൽ 1. √3/2നെ തലകീഴാക്കി ഇടുമ്പോൾ 2/√3 ആണ് സാർ. 1/√2നെ തലകീഴാക്കി ഇടുമ്പോൾ √2/1 ആണ് സാർ, ദാറ്റ് ഈസ് √2. 1/2നെ തലകീഴാക്കി ഇടുമ്പോൾ 2/1 ആൻഡ് ഇറ്റ് ഈസ് 2. ആൻഡ് വാട്ട് ഈസ് 1/0? വെറും 0. അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ 1/0. 0 ചക്രം താഴെയാണ്, മേലെ ആൾ നിൽക്കുകയാണ്. വാട്ട് ഹാപ്പൻസ്? വെരി ഗുഡ് ഹർഷൻ. നോട്ട് ഡിഫൈൻഡ്. ഉരുണ്ട് വീഴും, എവിടേക്കെന്ന് അറിയില്ല സാർ. വെരി ഗുഡ്. ഇനി കോട്ട് ടാനിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക. 0ന്റെ റെസിപ്രോക്കൽ 1/0. 1/0 ഈസ് ഇൻഫിനിറ്റി. 1/√3 എന്ന് പറയുമ്പോൾ √3/1 ആണ്, അത് √3. 1ന്റെ റെസിപ്രോക്കൽ 1 ആണ്. √3യുടെ റെസിപ്രോക്കൽ 1/√3 ആണ്. 1/∞. സാർ തന്നിട്ടുണ്ട് 1/∞. 1/∞. Can anyone say 1/∞? The ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. യെസ് അക്ഷയ് കൃഷ്ണ, ഇനി 0. ടേബിൾ കഴിഞ്ഞു സാറേ. ടേബിൾ ഇത്രയേ ഉള്ളോ? ഞങ്ങൾ ടേബിൾ പഠിച്ചു കഴിഞ്ഞു സാർ. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത്ര പേർക്കും ഇനി ആർക്കെങ്കിലും വാല്യൂസോ ടേബിളോ പ്രശ്നമുണ്ടോ? സേ യെസ് ഓർ നോ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പടക്കം പൊട്ടിക്കുക. സോ പോസ്റ്റ് ക്രാക്കേഴ്സ് ഇൻ ചാറ്റ് ബോക്സ്. ലെറ്റ് മീ ഗെറ്റ് മോട്ടിവേറ്റഡ്. സാറേ സൂപ്പർ, വെരി സിമ്പിൾ. സുരാഗ് പൊട്ടിച്ചു പടക്കം. യെസ്, മറ്റുള്ളവർ തിരയാണ് ചാറ്റ് ബോക്സിൽ എവിടെയാണ് പടക്കം. അതാ രാഗി മോള് 4-5 പൊട്ടിച്ചു. സന്തോഷം കൂടുന്തോറും പടക്കത്തിന് അനിരുദ്ധ് പറയണ്ടേ സാർ സൂപ്പർ, കലയ്ക്ക് പൊളിച്ചു നമ്മൾ. യെസ്, എല്ലാവരും പൊട്ടിച്ചു. ഹർഷം പൊട്ടിച്ചു. യെസ്, ഗുഡ്. അനഘ പൊട്ടിച്ചു പടക്കം. അഭിലാഷ് വെരി ഗുഡ്. വി ആർ കോൺഫിഡൻറ്റ്. അക്ഷയ് കൃഷ്ണ ഓക്കെ, ഗുഡ്. താങ്ക് യു. സെറ്റ്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്ക് +1, +2, ഇനി എഞ്ചിനീയറിങ്ങിന് പോയാൽ എഞ്ചിനീയറിങ്ങിന്,
ഇനി ജീവിതകാലം മുഴുക്ക നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ആവശ്യമുണ്ടാവും. ആ ട്രിഗ്നോമെട്രിയിൽ ട്രിഗ്നോമെട്രിയുടെ വാല്യൂ ടേബിൾ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ടേബിളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂസ് പഠിക്കാൻ. അത് നിങ്ങളിപ്പോൾ കയ്യിലാക്കി. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആയില്ലേ? സാധിക, താങ്ക് യു. ഭയങ്കര കോൺഫിഡൻസ് ആയോ ഇല്ലയോ? സേ യെസ് ഓർ നോ? സാർ മെയിൻ കീറാമുട്ടി സാധനം. ഇപ്പം ഞങ്ങൾക്ക് ഇനി ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ വീട്ടിലത്തെ കാര്യം ഒരു കഥ ആലോചിച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ ടേബിൾ വിൽ സിറ്റ് ഇൻസൈഡ് അവർ ഹാൻഡ്സ്, റൈറ്റ്? യെസ്, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സുരാഗ്, ഗുഡ് 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 ഗുഡ്. ഞാൻ ശരിക്കും 11 മണിക്ക് നിർത്തേണ്ടതായിരുന്നു. 15 മിനിറ്റ് വൈകിയത് കൊണ്ട് 11:15 വരെ പോവും. ഇത് ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളാണ്. ഇനി സമയം കൂടും, ദൈർഘ്യം കൂടും. ഇപ്പം എനിക്ക് നിങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണയായി. മര്യാദയ്ക്ക് തമാശ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അടിപൊളിയാണ് നിങ്ങളെന്ന് സാർക്ക് മനസ്സിലായി. സോ യു ഡോണ്ട് വറി. ഓക്കെ, ഇനി ചില കാര്യങ്ങളും കൂടി ഈ ചാപ്റ്ററിൽ അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എത്ര പേര് എനിക്ക് സപ്പോർട്ട് തരും? എത്ര പേര് എനിക്ക് സപ്പോർട്ട് തരും? ഒരു ചെറിയ ഫോർമുലയും കൂടി നമ്മൾ പഠിക്കാനുണ്ട്. സാർ ഒരു ചെറിയ ഫോർമുലയും കൂടി ഞങ്ങൾ പഠിക്കാം. അഭിലാഷ്, ഓക്കെ ഗുഡ്. അഭിലാഷ് എങ്കിലും സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ ആ ഫോർമുല. ഇത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞു വെക്കണം പൊന്നുമക്കളെ. സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എ, നിങ്ങൾക്ക് തീറ്റയാണോ എ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. സ്കൂളിൽ എ വെച്ചാണോ തീറ്റ വെച്ചാണോ പറഞ്ഞിരിക്കുന്നത്? പ്ലസ് കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് 1. നിങ്ങൾക്ക് എ വെച്ചിട്ടാണോ തീറ്റ വെച്ചിട്ടാണോ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്? തീറ്റ വെച്ചിട്ടാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ സേ യെസ്. എ വെച്ചാണെങ്കിൽ പോസ്റ്റ് എ തീറ്റ. ഗുഡ് 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 ഗുഡ്. ഈ ഒരു ഐഡന്റിറ്റിയും കൂടി അറിഞ്ഞാലാണ് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് 1ഉം ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് 2ഉം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുക. ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് 1ഉം ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് 2ഉം അടിച്ചു പൊളിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളിത് ചെയ്യണം. ഓക്കെ, sin square theta plus cos square theta is equal to 1. Very good. Now, sin square theta is equal to ഈ പ്ലസ് cos square theta equal to സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മൈനസ് cos square theta. സാറ് കറക്റ്റാണ് സാറ് പറഞ്ഞത്. ഒരു ഈക്വൽ ടു സൈനിൻ്റെ അങ്ങോട്ട് മറ്റൊരു സാധനത്തിന് കൊണ്ടുപോകുമ്പോൾ ദിസ് പ്ലസ് വിൽ ബിക്കം മൈനസ്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി ഒരാൾക്ക് തോന്നുന്നു സാർ എങ്ങനെ സാർ കോസിനെ കൊണ്ടുപോവുക? സൈനിനെയും കൂടി ഒരു പ്രാവശ്യം കൊണ്ടുപോകും സാർ. കൊണ്ടുപോകാമല്ലോ. സൈൻ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ കോസ് സ്ക്വയർ ഇവിടെ തന്നെ നിന്നാൽ ഈ 1 അവിടെ തന്നെ ഉണ്ട്. ഈ സൈൻ സ്ക്വയർ തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ 3 കൂടി അറിയണം നമുക്ക്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യനും കൂടി ഇതെല്ലാം നമുക്കറിയണം. ഓക്കെ അല്ലേ? പിന്നെ ഒരു ഐഡന്റിറ്റി നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്, കീപ്പ് ഇൻ മൈൻഡ്, ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ലൈഫ് ഡിവൈഡഡ് ബൈ നമ്മുടെ ലൈഫ്. ഇനി കോട്ടാണെങ്കിലോ, കോട്ട് തീറ്റ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ തലകീഴാക്കിയിട്ടാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. എടാ മക്കളെ, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ട്രിഗണോമെട്രി ബേസ് കഴിഞ്ഞു. എല്ലാവരും നിങ്ങളുടെ തോളിലേക്ക് യു ജസ്റ്റ് പാറ്റ് ഓൺ യുവർ ഷോൾഡർ ആൻഡ് കൺഗ്രാജുലേറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അഭിനന്ദിക്കാം ഫോർ കംപ്ലീറ്റിംഗ് ട്രിഗണോമെട്രി ബേസിക്സ് വിത്തിൻ 20-25 മിനിറ്റ്സ്. ഇത്രയും ദിവസം നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ട്രിഗണോമെട്രിയിൽ ആവശ്യമുള്ള ബാലപാഠം ബേസ്, ടീച്ചർമാർ പറയില്ലേ ട്രിഗണോമെട്രി ബേസ് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഇത് നിങ്ങൾ സെറ്റായി. പ്ലീസ് കൺഗ്രാജുലേറ്റ് യുവർ സെൽഫ്. കൺഗ്രാജുലേഷൻ മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ for obtaining basics regarding trigonometry. സെറ്റ് അല്ലേ? ഇനി ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഷാൽ വി പ്രൊസീഡ് വിത്ത് ക്വസ്റ്റ്യൻസ്? 4-5 ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണ്ടേ? ശ്രീജിത്ത് സാർ വന്നിട്ട് എങ്ങനെ 4-5 ക്വസ്റ്റ്യൻ ചെയ്യാതെ പോവുക? അപ്പോൾ ഇപ്പം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിലിട്ടെ. നമ്മൾ ടേബിൾ വാല്യൂസ് ഫുള്ള് പഠിച്ചു, ബേസിക് ഫോർമുലാസ് പഠിച്ചു. സേ യെസ് ഓർ നോ? Yes, of course. Good. Yes. Good. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, PYQs ചെയ്യാം. Take down the question. We are going to do PYQs, previous year questions. Take down the question.
പ്ലീസ് ടേക്ക് ഡൗൺ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് വായിച്ചു തരാം. ഓക്കെ, യെസ്. ആൻഡ് ദിസ് ഈസ് PYQസിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് നോക്കി ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. യു ജസ്റ്റ് ടേക്ക് ഡൗൺ ദ ക്വസ്റ്റ്യൻസ്. You just take down the questions. 2024 2024 ചോദിച്ച ചോദ്യം, 2024 ചോദിച്ച ഒരു ചോദ്യം. Please take down, dear students. Yes, take down. Evaluate sec square 45 degree minus tan square 45 degree divided by sin square 45 degree. Do it. Come on. വാല്യൂസ് ടേബിൾ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പൊന്നു മക്കൾ, സാറ് അല്ലാത്തവരട്ടെ ബേസ് പോലും മിസ്സാണവർ ശ്രദ്ധിക്കുക. സാറ് പഠിക്കുന്ന കാലത്ത് എന്താ സാറ് ചെയ്യച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്വയർ ക്യൂബൊക്കെ വന്നാൽ ആ പേടി മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യോടെ മക്കളെ. നോക്ക്, ആ പേടി, ഈ സ്ക്വയർ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പേടിയാണ്. നേരെ മറിച്ച് ആ സ്ക്വയറിനെ ഞാൻ അവിടെയുള്ള സ്ക്വയറിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ എനിക്കൊരു ധൈര്യമാണ്. ഈ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് ഇടും, അപ്പോൾ ഒരു ധൈര്യമാണ് മനസ്സിന്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം കേട്ടോ. സാറുടെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരുന്നേ ഉള്ളൂ. സാറേ സ്ക്വയർ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഹോൾ സ്ക്വയറെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് സാർ, അതുകൊണ്ടൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്ത് നിൽക്കുന്ന സ്ക്വയറിനെ പുറത്തേക്ക് ഇട്ടു, ഒരു കുഴപ്പമില്ല. ഇനി ഓരോ വാല്യൂസ്. വട്ട് ഈസ് sec 45? Can anyone? The 45. Sec 45 is √2. ടേബിൾ നിന്നാണ് ഞാൻ ഇടുന്നത്. √2 square. Tan 45 is 1. What is sin 45? 0, 1/2, 1/√2. Sin 45 is 1/√2 in the square. So √2 square is 2 minus 1 square is 1. Here in the denominator 1 square is 1. √2 square is 2. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററായിട്ട് ഒരാൾ വന്നാൽ അവൻ മുകളിലേക്ക് വരും. ക്ലാസ്സിൽ മോശത്തിലും മോശം എന്ന് പറയുന്ന ആള് ഫ്യൂച്ചറിൽ മേലേക്ക് കയറി വരും. ക്ലാസ്സിൽ മോശത്തിലും മോശം. ദിസ് ഈസ് ന്യൂമറേറ്റർ, ദിസ് ഈസ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഒരുത്തനുണ്ടെങ്കിൽ തീർച്ചയായും അവൻ മുകളിൽ വന്നിരിക്കും നിങ്ങളെപ്പോലെ. സോ 2 minus 1 is 1. So 1/1/2. 1/1/2. This is numerator. Tell me. This is numerator. This is denominator. ഡിനോമിനേറ്ററിൽ ഒരാളുണ്ടെങ്കിൽ ക്ലാസ്സിലെ മോശം കുട്ടിയിലും മോശം കുട്ടി എന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ, നിങ്ങൾ മുകളിലേക്ക് വരും. So that 2 will come up in the numerator and the answer is 2. How many of you got this answer? The answer is 2. 2024 ചോദിച്ച ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു വിത്ത് ഈസി ഐഡൻറ്റിറ്റി. ഇപ്പോൾ നമ്മൾ വാല്യൂസ് ഇട്ട് കാണുമ്പോൾ ഹൗ മെനി ഓഫ് യു ആർ ഫീലിംഗ് കോൺഫിഡൻറ്റ്? പ്ലീസ് പോസ്റ്റ് യെസ്. അടിപൊളി. എത്ര പേർക്ക് ഇത് കിട്ടി? സാർ സൂപ്പർ സാർ, ഇതും കൂടി സൂപ്പർ. സാറ് നോക്കൊരു ചെറിയ സിംപ്ലിഫിക്കേഷൻ പോലും സാറ് പറഞ്ഞിരുന്നത് കഥ ഉപയോഗിച്ചിട്ടാണ്. ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ പോലും സാറ് സ്റ്റോറിയിലാണ് പറയുന്നത്. ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിൻ്റെയും താഴെ ഒരാളുണ്ടെങ്കിൽ, ക്ലാസ്സിലെ ഏറ്റവും താഴെത്തട്ടുള്ള കുട്ടിയുടെയും താഴെ ഒരാളുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ജീവിതത്തിൽ മുകളിൽ വന്നിരിക്കും. കംസ് ടു ന്യൂമറേറ്റർ. ഇനി ജന്മത്തിൽ മറക്കൂല സാർ. പൊളി. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ തരാം വേഗം. കാരണം നിങ്ങളുടെ മിസ്സായ 15 മിനിറ്റാണ് ഇപ്പോൾ ഞാൻ എക്സ്ട്രാ എടുക്കാൻ പോകുന്നത്. അപ് ടു 11:15. ആ മിസ്സായ 15 മിനിറ്റാണ് ഞാൻ നിങ്ങളുടെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എടുക്കാൻ പോകുന്നത്. 11 മണി എന്നുള്ളത് 11:15 ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്യാതെ എനിക്കങ്ങനെ സമാധാനം. ബേസ് ക്ലിയറായി. ഷോർട്ട് ക്വസ്റ്റ്യൻസ് PYQs 2024 ചോദിച്ച ഒരു ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം പ്ലീസ് ടേക്ക് ഡൗൺ. ഐ ആം വെയിറ്റിംഗ്. ഇളയതളപതി പറയും പോലെ അല്ലേ? വേഗാവട്ടെ. കമോൺ. ഇത് വെറും ടെസ്റ്റ് ഡോസാണ് കേട്ടോ.
ഇതെല്ലാം ഞാൻ നിങ്ങളുടെ റെസ്പോൺസ് മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്ന കുട്ടി സെഷൻസാണ്. ഇനി നമ്മുടെ ശരിക്കത്തെ സെഷൻസ് വരും. രാവിലെ കയറിയാൽ ചിലപ്പോൾ ഉച്ച വരെ വൈകുന്നേരം വരെ നിങ്ങൾ ലോക്കായിരിക്കും. റെഡിയല്ലേ നിങ്ങൾ? സാറിൻ്റെ കൂടെ ബോറടി ഏൽക്കാൻ റെഡിയാണോ നിങ്ങൾ? സേസ് ഓർ നോ? സേസ് ഓർ നോ? സാറിൻ്റെ കൂടെ ഇരുന്ന് ബോറടിച്ച് ചാവാൻ നിങ്ങൾ റെഡിയല്ലേ? ഇനി ചെറുപറാ ക്ലാസ്സുകളുണ്ടാവും. യെസ് യെസ് യെസ്, ഗുഡ് ഗുഡ് good students, good. Next question, please take down. Ready allada? Da ezhedutho. Evaluate next PYQ. അതും 2024 തന്നെ ചോദിച്ചതാണ്. അടിപൊളി. Evaluate 5 into tan 60 divided by sin square 60 plus cos square 60 into tan 30. Do it. നിങ്ങളൊന്ന് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് സാറ് കൈവച്ച് തരാം. ഇവാലുവേറ്റ്. കമാൺ, ക്വിക്ക് 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 ക്വിക്ക്. Meghna with the answer 15. Let me see. Wait. Okay, le? Yes, Brinda 15. Very good. Let us see. നോക്കാം. മക്കളെ കയറി വേടാ മക്കളെ എന്ന് പറയണ പോലെ പറയടാ. ഒന്ന് പറഞ്ഞേ. 5 ഉണ്ട്. 5 is a number. അത് എനിക്ക് ബാധകമല്ല. Into tan 60. What is tan 60? 0, 1 by root 3, 1 root 3. I think it is root 3, right students? tan 60 നിങ്ങളുടെ ടേബിളിൽ ഉണ്ടാവും. It is root 3 by. സാർ ഇത് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുണ്ട് sin 60 0, 1 by 2, 1 by root 2, root 3 by 2. And I think sin 60 is root 3 by 2 സ്ക്വയർ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പേടി പോയി, അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇടും. സാർ അപ്പോഴേ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പ്ലസ് cos 60 റിവേഴ്സിലാണ്. I think it is again root 3 by 2. Am I right, my dear students? Am I right? cos 60 root 3 by 2 ആണ്. No, it is 1 by 2. cos 60 is 1. നിങ്ങളുടെ ഇല്ലേ? വെരി ഗുഡ് അനാമിക, വെരി ഗുഡ് 1 by 2. സോ 1 by 2 cos 60യുടെ സ്ക്വയർ ഉണ്ട് സാർ, സ്ക്വയർ ഉണ്ട്. ആയിക്കോട്ടെ. ഇനി ഇങ്ങനെയൊക്കെ ബ്രാക്കറ്റ് ഇടുമ്പോൾ ഒരു ബ്രാക്കറ്റിൽ വ്യത്യാസം കൊണ്ടുവരാൻ പൊന്നു മക്കളെ എപ്പോഴും നിങ്ങൾക്ക് ബ്രാക്കറ്റ് ചതിയനാണ്. ബ്രാക്കറ്റ് ഈസ് എ ചതിയൻ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ബ്രാക്കറ്റ് ചതിയനാകുമ്പോൾ നമ്മൾ അവനെ ചതിക്കണം. നമുക്ക് അത്യാവശ്യത്തിന് നമ്മൾ ഈ സി ബ്രാക്കറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി സ്ക്വയർ ബ്രാക്കറ്റും കഴിഞ്ഞാൽ കേളി ബ്രാക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം. സെറ്റാണോ? റെഡിയാണോ? ഇപ്പോൾ മനസ്സിലായി? അല്ലെങ്കിൽ ബ്രാക്കറ്റ് നമ്മൾ കൺഫ്യൂഷൻ ആവും. ബ്രാക്കറ്റിൻ്റെ ചെയ്യാം, കുഴപ്പമില്ല മേഘന. യു ക്യാൻ സോൾവ് എനിവേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് നോ ഇഷ്യൂ. ഞാൻ അത്രയും വരെ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുകയാണ്, വാല്യൂസ് റീകോൾ ചെയ്യാൻ. ഡിഡ് യു ഗെറ്റ് മീ മേഘന? വാല്യൂസ് ഇവർ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ സ്റ്റുഡൻസ് അതിൽ സെറ്റ് ആവുള്ളൂ. മേഘന, ഡിഡ് യു ഗെറ്റ് മീ? നമ്മൾ അവിടെ പഠിച്ച ടേബിളിൻ്റെ വാല്യൂ അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടാലല്ലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ്
മേഘന പറഞ്ഞ് കറക്റ്റ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ഡയറക്റ്റ് നമുക്ക് ഇവിടെ 1 ഇടാം. പക്ഷേ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വാല്യൂസ് ഫെമിലിയർ ആവുക. ഇൻറ്റു വട്ട് ഇസ് tan 30 0 1/√3 ഐ തിങ്ക് ഇറ്റ് ഈസ് 1/√3. tan 30 ഈസ് 1/√3. കണ്ടോ, സി ബ്രാക്കറ്റ് ഉപയോഗിച്ചു, സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചു. ഇതൊക്കെ ഒരു സ്കില്ലാണ്, ഇതൊക്കെ മാത്തമാറ്റിക്കൽ സ്കില്ലാണ്. 2 or 3 സി ബ്രാക്കറ്റ് വരുമ്പോൾ വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ഇൻസ്റ്റെഡ് ഓഫ് സി ബ്രാക്കറ്റ് കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇഫ് യു ആർ യൂസിങ് എ സ്ക്വയർ ബ്രാക്കറ്റ് ഇറ്റ് വിൽ ബി വെരി നൈസ്. ഓക്കെ, യെസ്. സോ 1/√3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, 5 into √3 divided by √3 square is 3, 2 square is 4 plus 1 square is 1, 2 square is again 4 into 1/√3. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, സാർ ഇഫ് ദ ഡിനോമിനേറ്റർ ഈസ് സെയിം യു ക്യാൻ യൂസ് ഇറ്റ് വൺസ്. സാറേ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ, സാറേ LCM രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ആ 4 ഉപയോഗിച്ചാൽ മതി എന്ന് പണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സാർ 5ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ രണ്ടും സെയിം ആയതുകൊണ്ട് യു ക്യാൻ യൂസ് ഇറ്റ് വൺസ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് മുകളിലുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. സോ 3 + 1 is 4 into 1/√3 അല്ലേ? ബാക്കിയുള്ളത് ഞാൻ മേലെ എഴുതാം, ബാക്കിയുള്ളത് മുകളിൽ എഴുതാം. So what you are going to get? Tell me. So 5 into √3. ബാക്കി മുകളിലാണ് മക്കളെ. 5 into √3. 3 + 1 is 4. This 3 + 1 is 4/4 into 1/3. And 4/4 is 1. നമ്മൾ അപ്ലൈ പറഞ്ഞ പോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടി, അവൻ്റെയും മോശമായിട്ടൊരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ എവിടെ വരും? മുകളിൽ വരും. നോക്ക്, 4/4 1 കിട്ടി, അത് പോയി. ന്യൂമറേറ്റർ, ദിസ് ഇസ് ന്യൂമറേറ്റർ ആൻഡ് ദിസ് ഇസ് ഡിനോമിനേറ്റർ. പഠിക്കാത്ത കുട്ടിയിലും മോശമായിട്ടൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി എവിടേക്ക് വരും? മുകളിലേക്ക് വരും. സോ ദിസ് √3 വിൽ കം ടു ദ ന്യൂമറേറ്റർ. സോ 5 ഉണ്ട്, മേലെ √3 ഉണ്ട്, പിന്നെ ഈ √3 പഠിക്കാത്തവൻ്റെയും താഴെയുള്ള കുട്ടി വീണ്ടും മേലെ വരും. √3 into √3 is 3. രണ്ട് റൂട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് ഒഴിവാക്കാമെന്ന് ആരോ പറയുന്നുണ്ട് പണ്ട്. സോ √3 into √3 is 3. So 5 into 3 15. How many of you got this answer and how many of you are feeling confident? Please respond yes. Yes sir. പൊളിച്ചു. അടിപൊളി. സാറ് ടെസ്റ്റ് ഡോസ് കലക്കി. അതാ കുറേ പേര് പടക്കം പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിന്നും വായിച്ചെടുക്കാം മക്കളെ. നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരാൾ അവതരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു കഷ്ടമുള്ള സാധനവും എളുപ്പമാക്കാൻ KBSൽ ഒരാളുണ്ട് അല്ലേ? എല്ലാവരും അടിപൊളിയാണ് ടീച്ചേഴ്സ്. പക്ഷേ ഇങ്ങനെ നിങ്ങളെപ്പോലെ ഉഴപ്പനാണ് ഞാനും. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ റേഞ്ചിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. സാർ എല്ലാത്തിനും ഒരു സിമ്പിൾ സാധനം നോക്കിയേ. ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് വരുമെന്ന് പറയാൻ സാർ എന്താ പഠിപ്പിച്ചത്? ടോപ്പർ മോശം കുട്ടിയായിട്ട് താഴെ ഒരാളുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ എന്തായാലും കയറി വന്നിരിക്കും. അത് സൂപ്പറായില്ലേ? യെസ്. സോ ടേക്ക് ഡൗൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 4 എണ്ണമെങ്കിലും ചെയ്യണം, കാരണം ഇപ്പോൾ 9th കയറും. വേഗാവട്ടെ. പ്രൂവ് ദാറ്റ് PYQ ആണ്. എഗെയിൻ എന്താണത് 2024 തന്നെ ഇത്ര ചോദ്യം ചോദിച്ചിരിക്കുന്നേ? ഷോ, ഇവന്മാർ ദുഷ്ടന്മാർ തന്നെ. പ്രൂവ് ദാറ്റ്. അടിപൊളി. ഇത്ര നേരം ഇവാലുവേറ്റ് ആയിരുന്നു. പ്രൂവ് ദാറ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നത് നമുക്ക് നോക്കാം. മക്കളെ നോക്കിക്കോ. സഹൃദയരെ, ഇതാ അവതരിപ്പിക്കുന്നു കലാലയ ക്രിയേഷൻസിൻ്റെ അടുത്ത നാടകം. പ്രൂവ് ദാറ്റ് cosec theta minus sin theta into sec theta minus cos theta into tan theta plus cot theta is equal to അടിപൊളി 1 എന്ന് പ്രൂവ് ചെയ്യണം. അത്ര ഇത് താണ്ട പോലീസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അടിപൊളി. super. How many of you feel that, sir? Super question. How many of you are feeling that, sir, this question is superb sir? അടിപൊളി ക്വസ്റ്റ്യൻ, അടിപൊളി. യെസ് അഭിലാഷ്,
യെസ്. പ്രൂവ് ചെയ്തോ? ദാ സാർ സിമ്പിളായിട്ട് പറയാം. ഇങ്ങനെ മിക്സഡ് ആയിട്ട് സാധനം വന്നാൽ ഇവർ രണ്ടുപേരും റിലേറ്റീവ്സാണ്. മക്കളെ ശ്രദ്ധിക്കടാ. ഇതിനൊക്കെ വേണ്ട ബേസിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഇത് നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അയ്യോ ഞാൻ പൊട്ടനാണല്ലോ, എനിക്കിത് അറിയില്ലല്ലോ, ഞാൻ പൊട്ടിയാണല്ലോ. സാറ് വേണ്ട ബേസിക്സ് ഒക്കെ ഇതിന് വേണ്ട ബേസിക്സ് ഒക്കെ സാറ് നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഗെറ്റ് പാനിക്. ഇതാ നോക്ക്, നരസിംഹത്തിൽ പറയുന്ന പോലെ ആ അവതാരമൂർത്തിയെ കണ്ടോ? ഇതാ കൊസീക്ക് നമുക്കൊരു സുഖമുള്ള കാര്യമല്ല. സൈന് പക്ഷേ നമുക്കൊരു അടുപ്പം. സൈൻ ഒരു സിമ്പിളാണ്. കൊസീക്ക് എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് വില്ലനായിട്ടാണ് തോന്നുക. എന്താ ഇവർ തമ്മിലുള്ള ബന്ധം? റെസിപ്രോക്കൽ ബന്ധം. സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ റെസിപ്രോക്കൽ ബന്ധം. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. അത് നമ്മൾ വൃത്തിക്ക് ചെയ്തു. ഇനി സീക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. ഓഹോ, നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം കല്യാണം വിളിച്ചാൽ മതി, അല്ലാത്തവനൊക്കെ ഒഴിവാക്ക്. സീക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല, പോടാ. എനിക്ക് സൈനും കോസും ഡാനും മാത്രമാണ് സാർ ഈസി. അവരാണ് സാർ എൻ്റെ ഫ്രണ്ട്സ്. കൊസീക്ക് സീക്ക് കോൺടാക്ട് എനിക്ക് അത് വേണ്ട സാർ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ രൂപത്തിലാക്കി. ഇത് സൈൻ എനിക്ക് വേണം, എൻ്റെ ഫ്രണ്ടാണ്. കൊസീക്കിനെ ഞാൻ സൈന് 1 സൈൻ ആക്കി. റെസിപ്രോക്കലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അതേപോലെ കോസ് എൻ്റെ ഫ്രണ്ടാണ് സാർ. സീക്കിനെ ഞാൻ സാർ ടാനും കോട്ടും എനിക്ക് അത്ര വലിയ രസമില്ല സാർ. അതുകൊണ്ട് ഞാൻ രണ്ടിനെയും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അടിപൊളി. പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ. തലതിരിച്ചിടുക. ഇപ്പം സാറ് ചെയ്തത് ഇതുവരെ എഴുതിയതിൽ ഇതാണ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സാർ ഇത്ര എഴുതിയത് സെറ്റ്. സാർ ഇത്ര എഴുതിയത് ഞങ്ങൾക്ക് മനസ്സിലായി. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? പ്ലീസ് ടെൽ യെസ്. സാർ ഇത്ര എഴുതിയത് ഓക്കെ പറയേ. പ്ലീസ് സേ യെസ്. ക്വിക്ക് 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 ക്വിക്ക്. Yes. Good. 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 യെസ്. ഇനി ഒന്ന് നോക്കിയേ, നോക്കട്ടെ മക്കളെ. താഴെ ഒന്നുമില്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഒരു 1 ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം 1 എവിടെ ഇടാന്ന് പറഞ്ഞിട്ടല്ലോ ആരോ. താഴെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് 1 ഇട്ട് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. വെറുതെ അതില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നോക്ക്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 1 1. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ. x into x, x square. Sin theta into sin theta, sin square theta. Divided by നമ്മുടെ 9 sin theta. ഇവിടെ 1 ഇട്ടാൽ എന്താ ഗുണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ താഴെ സപ്പോർട്ടിന് വെറുതെ ഒരു 1 ഇട്ടാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയി. നമുക്ക് താഴെ 1 ഉണ്ടെങ്കിൽ 1 × 1 1 സാർ. ഇടയിൽ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ സാർ. ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത്. ഇത് 5ാം ക്ലാസ്സിൽ പഠിച്ചാണ്. 5ാം ക്ലാസ്സിലല്ല 3ാം ക്ലാസ്സിൽ എപ്പോഴോ. ഓക്കെ പോട്ടെ. ഇനി ഇവിടെ നോക്ക്. ഇവിടെ 1 വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. 1 × 1 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ. ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1, ഇറ്റ് ഈസ് കോസ് തീറ്റ. പൊളി. ഇത് നോക്കിയേ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ. പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ. ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അടിപൊളി സാർ, സൂപ്പർ സാർ, ബേഷ്. ഇത്ര എത്ര പേർക്ക് മനസ്സിലായി? സെറ്റ് സാറേ, അടിപൊളി. ഇത്രയും സാധനങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായി. എത്ര പേർക്ക് മനസ്സിലായി? സേസ് പറഞ്ഞോ. കമോൺ കമോൺ. യെസ് യെസ് അനാമിക, യെസ് അഭിലാഷ്, യെസ്. ഗുഡ് 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 ഗോയിങ്, ഗുഡ് ഗോയിങ്. യെസ് യെസ് യെസ്.
അപ്പോൾ ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ മുകളിൽ വായിക്കുന്നുണ്ട്. വിത്ത് യുവർ പെർമിഷൻ. എനിക്ക് ആസ്വദിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ പഠിപ്പിക്കൽ. അഡ്മിനിസ്ട്രേഷനൊക്കെ പിന്നെ, പഠിപ്പിക്കൽ അതൊരു രസമുള്ള പരിപാടിയാണ്. ശരി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ഫോർമുല, 1 - sin² θ cos² θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സേ യെസ് ഓർ നോ? 1 - sin² θ cos² θ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? സേ യെസ് ഓർ നോ? 1 - sin² θ നിങ്ങൾ ഞാൻ എഴുതി തന്ന ഐഡൻറ്റിറ്റീസ് നോക്ക്. ഇന്ന് ഇമ്പോർട്ടൻറ്റ് ബേസിക് എന്ന് പറഞ്ഞതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 1 - sin² θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് cos² θ, താഴെ sin θ ഇൻറ്റു, ഇത് ഇൻറ്റു ആണ്. ഇനി 1 - cos² θ എന്ന് വെച്ചാൽ 1 - cos² θ എന്ന് വെച്ചാൽ sin² θ. ഇതെല്ലാം ഞാൻ ബേസിക്കിൽ എഴുതി തന്നിട്ടുണ്ട്, ഫോർമുല എഴുതി തന്നിട്ടുണ്ട് സാറ്. ഇന്ന് തുടങ്ങുമ്പോൾ എഴുതി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബേസ് പഠിക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്തെല്ലാം ബേസ് ആവശ്യമുണ്ടോ അത് ഫുള്ള് നമ്മൾ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നേ. ഓക്കെ, ഇൻറ്റു sin θ ഇൻറ്റു sin θ sin² θ പ്ലസിൻ്റെ ഇടയിൽ cos² θ cos θ ഇൻറ്റു cos θ cos² θ. അത് താഴെ ഇവിടെ എഴുതിണ്ടല്ലോ അല്ലേ? ആരും പറഞ്ഞില്ല, അതിനെ പറ്റിച്ചു കുട്ടികൾ. ഇതാണ് ഈ പിള്ളേരുടെ കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, sin² θ പ്ലസ് cos² θ 1 അല്ലേ? ഐഡൻറ്റിറ്റി നമ്മൾ എഴുതിയില്ലേ? ബുക്ക് മറിച്ച് നോക്ക്. sin² θ പ്ലസ് cos² θ ഈസ് 1 ഡിവൈഡഡ് ബൈ sin θ ഇൻറ്റു cos θ. ഇനി നമുക്ക് അക്ബർ ചക്രവർത്തി ആവാം. എന്താണ് അക്ബർ ചക്രവർത്തി എന്ന് പറഞ്ഞത്? യുദ്ധം ചെയ്യാം. എന്താണ് യുദ്ധം? വെട്ടിക്കളയാം. ആരെയൊക്കെ വെട്ടാം നോക്കാം. വെട്ടടാ വെട്ട്. ഇവിടെ ഒരു cos θയും ഒരു cos θയും cos² θ. ആ cos² θയും ഈ cos² θയും ഞാൻ വെട്ടി സാർ. കൺഗ്രാജുലേഷൻ ഫോർ വെട്ടിങ്. ഓക്കെ, യെസ്. ഇനി ഈ sin θയും ഈ sin θയും sin² θ, ഈ sin² θയും ഈ sin² θയും ഞാൻ വെട്ടി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വെട്ടി. കൺഗ്രാജുലേഷൻ, നിന്നെ കൊണ്ട് ഒന്നിനും നന്നാക്കാൻ പറ്റില്ലല്ലോ, നശിപ്പിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. ഗുഡ്. ബാക്കി നിൽക്കുന്നത് 1 മാത്രം. 1 ആയിരുന്നു സാർ RHS. സോ ഹെൻസ് പ്രൂവ്ഡ്. ഷോ എന്നെ കൊണ്ട് വയ്യ. ഇന്നലെ ഇല്ല അങ്ങനെ. ഇന്ന് ക്ലാസ് റേഞ്ച് മാറിയല്ലോടാ. ട്രിഗ്നോമെട്രി തന്നെ നിങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ വേറെ ലെവലാവുമല്ലോ. അല്ല പിന്നെ നമ്മളോടാ കളി, സാറോടാ കളി. ഇനി ഒരു ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത് സാറേ, ഒരു ക്ലാസ് മിസ് ചെയ്യും. എപ്പോഴൊക്കെ ഞാൻ സ്ലോട്ട് ഇടുന്നുണ്ടോ